നമുക്ക് വെണ്ടക്കച്ചാർ ഉണ്ടാക്കാം. ആദ്യം വെണ്ടക്ക പൊരിച്ചെടുക്കുക. പിന്നെ സുർക്കയും കായപ്പൊടിയും പിന്നെ കടുകും നമുക്ക് വേണം. എന്നിട്ട് എൻ്റെ ഉമ്മ പൊരിച്ച് എടുത്തിട്ടുള്ള മസാലപ്പൊടിയാണിത്. ഇത് നമുക്ക് കടയിലും വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള ഇതിക്കിടാണ്ട മസാലകൾ പറയാം. അതിനായി മുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എന്നിവയാണ് നമുക്ക് വേണ്ടി. ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ഇടാം. എന്നിട്ട് അത് നല്ലതുപോലെ അലക്കുക. അലക്കിയതിന് ശേഷം അതിലേക്ക് കായപ്പൊടിയും മസാലപ്പൊടിയും ചേർക്കുക. എന്നിട്ട് പിന്നെയും അലക്കുക. അലക്കിയതിന് ശേഷം നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർക്കാം. എന്നിട്ട് പിന്നെയും അലക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സുർക്ക ആഡ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കും. പിന്നെയും നമുക്കിത് അളക്കണം. ഇളക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിലും എടുക്കാം, സാദാ ഉപ്പ് വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾ കല്ലുപ്പാണ് ചേർത്തത്. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കരയും ഇടുക. ശർക്കരയും അതിലേക്ക് കുറച്ച് മാത്രം ഇടുക. ഇത് മധുരത്തിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ വെണ്ടക്കച്ചാർ റെഡി.